പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വാഗ അട്ടാരി അതിർത്തി പാത ഇരു രാജ്യങ്ങളും അടയ്ക്കുകയും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര ഇടപാടുകൾ പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തതോടെ പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലേക്ക്. ഇന്ത്യയിൽ നിന്നുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ, ജൈവ രാസവസ്തുക്കൾ, പഞ്ചസാര തുടങ്ങിയ സുപ്രധാന വസ്തുക്കളുടെ ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന പാകിസ്ഥാനിൽ അവശ്യ വസ്തുക്കളുടെ ക്ഷാമം നേരിടേണ്ടി വരുന്നതോടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിവരം. ചൈന ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളെ അവശ്യ വസ്തുക്കൾക്കായി സമീപിക്കേണ്ടി വരുന്നതോടെ ഇറക്കുമതി ചിലവും ഏറും. മരുന്നുകളുടെ ക്ഷാമം തടയാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. 2019 പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം ഏറെക്കുറെ നിലച്ച ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധം 2021 ശേഷമാണ് ഭാഗികമായെങ്കിലും മെച്ചപ്പെട്ടു തുടങ്ങിയത്. ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായത് 2019 ഫെബ്രുവരിയിലെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുള്ള അഭിമത രാഷ്ട്രം പദവി ഇന്ത്യ പിൻവലിക്കുകയും അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് 200% തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം സംബന്ധിച്ച ആനുകൂല്യങ്ങൾ ഇതോടെ പാകിസ്ഥാന് നഷ്ടമായിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാക്കും. ഇന്ത്യ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയാൽ പാകിസ്ഥാനിൽ മരുന്നുകളുടെ കടുത്ത ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട്.